ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റോടും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് തൊമരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാമ്പാർ തൊമരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് തൊമര എടുക്കുക. ഞാൻ 1/2 കപ്പ് തൊമര എടുത്ത് കഴുകി അത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു പച്ചമുളക് 4ആയിട്ട് മുറിച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഒരുപാട് നമ്മുടെ തൊമര വെന്ത് പോകരുത്. അതുകൊണ്ട് ഒരു വിസിൽ അടിച്ചാൽ മതിയാകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് അരയ്ക്കാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തവി ഇട്ടുന്ന ഇളക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ചെറിയ ഈ ഒരു പരുവത്തിൽ വേണം തൊമര നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയില നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം മുരിങ്ങയില തോരനൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മുരിങ്ങയില കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. സാധാരണ നമ്മൾ മുരിങ്ങയില കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങയിലെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയിലെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുക്കറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിനി തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപ്പ് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണവും കൂടെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇതൊരുപാട് ഇഷ്ടമാകും. അപ്പോൾ വളരെ ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.